ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സ്കൂൾ ട്രിപ്പിൻ്റെ 5ാമത്തെ എപ്പിസോഡാണ്. കഴിഞ്ഞ എപ്പിസോഡ് എൻ്റെ അടുത്ത് തന്നെയാണ് ഈ ഒരു എപ്പിസോഡ് സ്റ്റാർട്ടാകുന്നത്. കഴിഞ്ഞ എപ്പിസോഡ് എൻ്റെ വതറായാണെങ്കിൽ ഹിയോക്കിയുടെ അടുത്ത് എന്തോ പറയാനായിട്ട് വരുന്നുണ്ടായിരുന്നു. അതെന്താണെന്ന് നമ്മളിപ്പോൾ കാണിക്കുന്നുണ്ട്. അവൻ ഹിയോക്കിയുടെ അടുത്ത് നമുക്ക് ഫ്രണ്ട്സ് ആയാലോ എന്നാണ് ചോദിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ എപ്പിസോഡ് കണ്ടപ്പോൾ നമ്മളെല്ലാവരും വിചാരിച്ചിരുന്നത് ഡേറ്റ് ചെയ്യാവോ എന്തെങ്കിലും ചോദിക്കാനായിട്ട് പോകുന്നതായിട്ടാണ്. ഹിയോക്കിയും അങ്ങനെ തന്നെയാണ് വിചാരിച്ചിരുന്നത്. അതുകൊണ്ട് ഇപ്പോൾ പെട്ടെന്ന് നമുക്ക് ഫ്രണ്ട്സ് ആയാലോ എന്തെങ്കിലും ചോദിക്കുമ്പോഴത്തേക്കും ഹിയോക്കി അവൻ്റെ മനസ്സിൽ ഫ്രണ്ട്സ് ആയാലോ എന്നോ നീ അതാണോ ചോദിക്കാൻ വന്നത് എന്തെങ്കിലും വിചാരിക്കുന്നുണ്ട്. എന്നിട്ട് ഹിയോക്കി പറയുന്നുണ്ട് ഞാൻ വിചാരിച്ചു നമ്മൾ ഓൾറെഡി ഫ്രണ്ട്സ് ആണെന്ന്. ആ ടൈമിന് ഓ അങ്ങനെയാണല്ലേ, എന്നാലും ഞാൻ ചോദിച്ചതേ ഉള്ളൂ എന്ന് വതറായി പറയുന്നുണ്ട്. ഹിയോക്കി അപ്പോൾ ഓക്കെ എനിക്ക് പ്രശ്നമൊന്നുമില്ല നമുക്ക് ഫ്രണ്ട്സ് ആയിട്ട് ഇരിക്കാമെന്ന് പറയുന്നുണ്ട്. ആ ടൈമിന് വതറായി ഞാൻ ഉദ്ദേശിച്ച ഫ്രണ്ട് എന്ന് പറഞ്ഞത് സാധാ ഫ്രണ്ട്ഷിപ്പ് അല്ല, എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് ചെല്ലുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നീ ആദ്യം ഓർക്കുന്ന ആദ്യം കോൺടാക്ട് ചെയ്യുന്ന അങ്ങനത്തെ ഒരു ഫ്രണ്ടാണ് ഈ ഉദ്ദേശിച്ചതെന്ന് പറയുമ്പോഴത്തേക്കും ഹിയോക്കി ആണെങ്കിൽ എനിക്ക് ഓക്കെ ആണെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഒരു ഷേക്ക് ഹാൻഡൊക്കെ കൊടുത്തിട്ട് അവരാണെങ്കിൽ ഒഫീഷ്യലി ഫ്രണ്ട്സ് ആവുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് പഴയതുപോലെ തന്നെ നോർമലായിട്ട് സ്കൂളിലേക്ക് പോയി തുടങ്ങുന്നതാണ്. എന്നാൽ ഇപ്പോൾ സ്കൂളിലേക്ക് പോകുമ്പോഴത്തേക്കും ഹിയോക്കിയുടെ അടുത്ത് ഗുഡ് മോർണിംഗ് പറയാനും കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കാനും എന്താവശ്യമുണ്ടെങ്കിലും കൂടെ നടക്കാനൊക്കെ ആയിട്ട് അവനിപ്പോൾ കുറേ ഫ്രണ്ട്സ് ഉണ്ട്. സത്യം പറഞ്ഞാൽ ഹിയോക്കി മനസ്സിലിങ്ങനെ പറയുന്നുണ്ട് മുമ്പ് എനിക്ക് ഫ്രണ്ട്സ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് നടന്ന് ശീലിച്ച ആളാണ് ഞാൻ. എന്നാൽ ഇപ്പോൾ ഇങ്ങനെ ഫ്രണ്ട്സിനെ കിട്ടിയപ്പോഴത്തേക്കും എനിക്കെന്തോ ഇതൊക്കെ ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിട്ട് തോന്നുന്നു. ഫുഡ് കഴിക്കുന്ന സമയത്തൊക്കെ ഹിയോക്കി ആദ്യം മാറിയാണ് ഇരിക്കുന്നത്. ആ സമയം അതറായി ഫ്രണ്ട്സും ഹിയോക്കിയുടെ അടുത്ത് നിന്ന് ഇങ്ങി വാന്നൊക്കെ പറഞ്ഞിട്ട് അവനെ വിളിച്ചിരുത്തിയൊക്കെയാണ് എല്ലാവരും ഫുഡൊക്കെ ഷെയർ ചെയ്തൊക്കെ കഴിക്കുന്നത്. അതിനുശേഷം പിന്നീട് ഇവരുടെ ടീച്ചറാണെങ്കിൽ ക്ലാസ്സിൽ പഠിപ്പിക്കാൻ വരുമ്പോൾ പറയുന്നുണ്ട് നമ്മൾ ഫീൽഡ് ട്രിപ്പിന് പോയില്ലേ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാനുണ്ട്, നിങ്ങളുടെ ഡയറിയും പിന്നെ ഒരു പേനയൊക്കെ എടുത്തുകൊണ്ട് വരാനായിട്ട് പറയണം ഓഡിറ്റോറിയത്തിലോട്ട്. അങ്ങനെ എല്ലാവരും അങ്ങോട്ടേ പോകാനേ തുടങ്ങുന്നതും വതറായാണെങ്കിൽ അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ വരാമോ എന്നിങ്ങനെ ഹിയോക്കിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഹിയോക്കി അവരുടെ കൂടെ അങ്ങ് ഒരുമിച്ച് പോവാണ്. എല്ലാവരും ഓഡിറ്റോറിയത്തിൽ എത്തിക്കഴിയുമ്പോൾ ടീച്ചർ പറയുന്നുണ്ട് ക്ലാസ് വൈസ് ഇരിക്കാനായിട്ട്. അങ്ങനെ എല്ലാവരും ഓരോ ലൈനായിട്ട് ഇരിക്കുമ്പോഴത്തേക്കും ടീച്ചർ പറയുന്നുണ്ട് നമ്മൾ ട്രിപ്പ് പോയതിൻ്റെ ഒരു വീഡിയോ ആണ് ഇവിടെ പ്ലേ ചെയ്യാനായിട്ട് പോകുന്നത്, ആർക്കെങ്കിലും സ്ക്രീന് നേരെ കണ്ടുപിടെങ്കിൽ മാറി ഇരുന്നോളാനായിട്ട്. ഇത് കേൾക്കേണ്ട താമസം എല്ലാ കുട്ടികളും എഴുന്നേറ്റ് അവരുടെ ഫ്രണ്ട്സിൻ്റെ അവിടെ അങ്ങ് മാറി ഇരിക്കാനായിട്ട് തുടങ്ങാണ്. ഹിയോക്കി അവിടെ തന്നെ ഇരിക്കുമായിരുന്നു. എന്നാൽ അവൻ്റെ അടുത്തേക്ക് ഓത്തയും നക്കാസാത്തയും വന്നിട്ട് നമുക്ക് ബാക്കിലോട്ട് പോയിരിക്കാമെന്ന് പറയുന്നുണ്ട്. ഹിയോക്കി ഓക്കെ എന്ന് പറയേണ്ട താമസം അവനെ തൂക്കിയെടുത്തുകൊണ്ടാണ് രണ്ടുപേരും കൂടെ കൊണ്ടുപോകുന്നത്. ഹിയോക്കി പറയുന്നുണ്ട് ഞാൻ നടന്നു വന്നോളാം എനിക്ക് നടക്കാനൊക്കെ പറ്റുമെന്ന്. എന്നാൽ അവർ കേൾക്കുന്നില്ല. അവർ വലിച്ചെടുത്തുകൊണ്ട് പോയിട്ട് നേരെ വതറായുടെ അടുത്ത് ചെന്നിട്ട് വതറായി നിനക്കൊരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഹിയോക്കിനെ നേരെ വതറായുടെ മടിയിലോട്ടങ്ങ് തള്ളി വിടുകയാണ്. എന്നിട്ട് അവർ രണ്ടുപേരും ചെന്ന് മോറിസാക്കിയുടെ അടുത്ത് ഇരിക്കുന്നുണ്ട്. അങ്ങനെ അവർ മൂന്നുപേരും ഇങ്ങനെ ഒരുമിച്ചിരിക്കുകയാണ്. ഹിയോക്കിയാണെങ്കിൽ എഴുന്നേറ്റ് മാറാൻ നോക്കുന്നുണ്ട്. എന്നാൽ വതറായി ഇല്ലല്ല നീ അവിടെ തന്നെ ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് അവനെ ക്ലോസ് ആക്കി ഹഗ് ചെയ്തിരിക്കുന്നവരെ വച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ വീഡിയോ പ്രസൻറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതെന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു ടൂർ പോയപ്പോഴത്തേക്കും എടുത്ത ആ ഒരു ഫോട്ടോസ് എല്ലാം ഒരുമിച്ച് വെച്ചിട്ടുള്ള അങ്ങനെ ഒരു വീഡിയോ പ്രസൻറ്റേഷൻ ആയിരുന്നു. അങ്ങനെ ഇവർ ഇതിരുന്ന് കാണുന്ന സമയത്ത് ഹിയോക്കിയുടെ ശ്രദ്ധ അവിടെയൊന്നുമല്ല. ഹിയോക്കി അവൻ്റെ മനസ്സിലായി ഞാനും അത്രയും ഭയങ്കര ക്ലോസ് ആയിട്ടാണല്ലോ ഇരിക്കുന്നത് എന്നിങ്ങനെ വിചാരിച്ചിട്ട് തിരിഞ്ഞു നോക്കുമ്പോഴാണ് ഹോത്തയാണെങ്കിൽ മോറിസാക്കിനെ നഗാസോത്തനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നത് കാണുന്നത്. അപ്പോൾ അത് കാണുമ്പോഴത്തേക്ക് ഹിയോക്കി വിചാരിക്കുന്നുണ്ട് കുഴപ്പമില്ല ഫ്രണ്ട്സ് അല്ലേ അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല എന്ന്. എന്നാൽ അവൻ പെട്ടെന്ന് വീണ്ടും ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് വതറായുടെ ഫാൻ ഗേൾസും എല്ലാം താനിങ്ങനെ ഇരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ അവരാണെങ്കിൽ തനിക്കിട്ട് പണി വരുമല്ലോ എന്ന്. തിരിഞ്ഞു നോക്കുമ്പോൾ തന്നെ അങ്ങോട്ടേക്ക് ഇവരുടെ സ്കൂൾ ട്രിപ്പ് പോയ ടൈമിന് അമ്യൂസ്മെൻറ്റ് പാർക്കിൽ കൂടെ പോയ 2-3 പെൺകുട്ടികളുണ്ടല്ലോ അവരിങ്ങനെ അവിടെ തൊട്ടടുത്തായിട്ട് ഇരിക്കുന്ന കാണുന്നുണ്ട്. അവർ കണ്ടാൽ പണിയാവുമെന്നും ഇവനറിയാം. അതുകൊണ്ട് ഇവൻ എഴുന്നേറ്റ് മാറാനായിട്ട് നോക്കുന്നുണ്ട്. എന്നാൽ വതറായാണെങ്കിൽ നീ ഇങ്ങനെ നീങ്ങാതെ അവിടെ തന്നെ ഇരിക്കുന്നു പറഞ്ഞിട്ട് അവനെ പിന്നെയും വിടാതെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ടൈമിന് ആ ഒരു വീഡിയോ പ്രസൻറ്റേഷനിൽ ഇവരും ഒരുമിച്ചൊക്കെ ഉണ്ടായിരുന്ന ഫോട്ടോസ് വരാനായിട്ട് തുടങ്ങുകയാണ്. അതിലൊരു ഫോട്ടോ ഹിയോക്കിയും വതറായും മാത്രം ഒരുമിച്ച് വരുന്നതായിരുന്നു. അത് കണ്ടു കഴിയുമ്പോഴത്തേക്കും ഇവരെ രണ്ടുപേരെയും ആ ഒരു 3 പെൺകുട്ടികൾ തിരിഞ്ഞു നോക്കുന്നുണ്ട്. പെൺകുട്ടികൾ നോക്കുമ്പോഴത്തേക്കും ഹിയോക്കി ഇപ്പോൾ വതറായുടെ മടിയിലിരിക്കുന്ന പോലെയാണ് ഇരിക്കുന്നത്. തനിക്ക് പണിയാവുമെന്ന് കരുതിയിട്ട് പെട്ടെന്ന് തന്നെ വതറായിനെ തള്ളി മാറ്റിയിട്ട് ഇവൻ തലയിൽ കയ്യും വെച്ച് അങ്ങ് കുനിങ്ങിയിരിക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് വീഡിയോ പ്രസൻറ്റേഷൻ കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഈ ട്രിപ്പിനെ പറ്റി എന്താണ് തോന്നിയത് ഡയറിയിൽ എഴുതി കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തരായിട്ട് എഴുതിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഹിയോക്കിയുടെ ഫ്രണ്ടായിട്ടുള്ള സുജിത്താനി വന്നിട്ട് ഹിയോക്കി താൻ ഒന്ന് കൊണ്ടുപോവാണെന്ന് പറഞ്ഞിട്ട് അവരുടെ അടുത്ത് നിന്ന് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. സ്കൂൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ടേ ഹിയോക്കിനെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സുജിത്താനി വന്ന് വിളിച്ചുകൊണ്ട് പോകുന്നത് വതറായി കണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇപ്പോൾ വീണ്ടും കൊണ്ടുപോകുമ്പോഴത്തേക്കും വതറായിക്ക് നല്ല ജലസാവുന്നുണ്ട്. വതറ ഇവർ തന്നെ എന്താ ചെയ്യുന്നതെന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതേസമയം ഹിയോക്കിനെ മാറ്റി നിർത്തിയിട്ട് സുജിത്താനിയും കൂടെ വന്ന പയ്യന്മാരും പറയുന്നുണ്ട് നീയാണെങ്കിൽ ഇവരൊക്കെ ആയിട്ടാണ് ഇപ്പോഴും ഫ്രണ്ട്സായിട്ട് നടക്കുന്നത്, ഇവരൊക്കെ വലിയ പയ്യന്മാരല്ലേ വലിയ പിള്ളേരല്ലേ പോപ്പുലർ അല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും അതിനെന്താ അവരിപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സുജിത്താനി എൻ്റെ പൊന്നെ നീ ഇത്രയും പോപ്പുലറായെന്ന് ഞാൻ അറിഞ്ഞില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇതേസമയം ഹിയോക്കി ഇത് ചോദിക്കാനാണ് നിങ്ങൾ എന്നെ വിളിച്ചതെന്ന് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും അല്ലല്ല മറ്റൊരു കാര്യം പറയാനാണ് നമ്മുടെ സ്പോർട്സ് ക്ലബ്ബ് ഉണ്ടല്ലോ അതിൻ്റെ കുറച്ച് പോസ്റ്റേഴ്സ് എല്ലാം കൊടുക്കാനായിട്ട് നിന്നെ ഹെൽപ്പിന് വേണ്ടി വിളിച്ചതായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ വീണ്ടും ഇതിൻ്റെയൊക്കെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചിട്ട് നീ ഈ പയ്യന്മാരായിട്ട് ഇങ്ങനെ ഫ്രണ്ട്സ് ആകുന്നത് കുഴപ്പമില്ല എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. നീ എങ്ങനെ ഇത്രയും ധൈര്യം സംഭരിച്ച് ഇവരായിട്ട് ഫ്രണ്ട്സ് ആയി എന്നൊക്കെ ചോദിച്ചപ്പോൾ ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ ഫ്രണ്ട്സ് ആയി എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. ആ ടൈമിന് ഈ സുൽത്താനി വന്നിട്ട് ഇവനായിട്ട് ഭയങ്കര ക്ലോസ് ആയിട്ട് ഇവനെ ഹഗ് ചെയ്തോണ്ടൊക്കെയാണ് ഇങ്ങനെ ചിരിച്ചും കളിച്ചൊക്കെ നിൽക്കുന്നത്. വതറായാണെങ്കിൽ ഇത് കണ്ട് അവന് ഭയങ്കരമായിട്ട് ജലസാവുന്നുണ്ടായിരുന്നു. ഹിയോക്കി തിരിച്ച് ഇവരുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ആ സമയം ഹിയോക്കിയുടെ ഡയറിയും ഓൾറെഡി തന്നെ ടീച്ചർ
ടീച്ചറിൻ്റെ അടുത്ത് സബ്മിറ്റ് ചെയ്തു എന്നൊക്കെ മോറിസാക്കി പറയുന്നുണ്ട്. ആ സമയം ഹോത്ത വന്നിട്ട് നമ്മുടെ അടുത്ത് ഡോറും വിൻഡോസൊക്കെ ഒന്ന് ലോക്ക് ചെയ്യാനായിട്ട് പറഞ്ഞു. നീ ഒന്ന് രണ്ടാമത്തെ നിലയിൽ പോയിട്ട് എല്ലാം ഒന്ന് ചെക്ക് ചെയ്യാമോ എന്ന് ഹിയോക്കിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. ഹിയോക്കി ഓക്കെ എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. വധരായും താൻ കൂടെ വരാമെന്ന് പറഞ്ഞിട്ട് അവൻ്റെ കൂടെ പോകുന്നുണ്ട്. അവിടെ ചെന്നപ്പോൾ വധരായി ചോദിക്കുന്നുണ്ട്, നിൻ്റെ ഫ്രണ്ട്സ് നിന്നെ എന്തിനാണ് വിളിച്ചതെന്ന്. ആ സമയം അത് പിന്നെ ക്ലബിൻ്റെ ഒരു പോസ്റ്ററിൻ്റെ കാര്യം പറയാനായിട്ട് വിളിച്ചതായിരുന്നു. എന്ത് പറ്റിയെന്ന് വയ്ക്കുമ്പോഴത്തേക്കും ഒന്നുമില്ല, ഞാൻ ജസ്റ്റ് അറിയാനായിട്ട് ചോദിച്ചതാണെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് അതും പറഞ്ഞ് വധരായി എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹിയോക്കി ആണെങ്കിൽ എന്ത് പറ്റി, ജലസാണോ എന്നിങ്ങനെ വെറുതെ ഫണ്ണായിട്ട് ചോദിക്കുന്നുണ്ട്. വധരായി അത് സീരിയസ് ആക്കി എടുത്തിട്ട് അതേ ഞാൻ ജലസാണെന്ന് പറയുന്നുണ്ട്. ഹിയോക്കി അങ്ങനെ ഒരു മറുപടി എക്സ്പെക്ട് ചെയ്തില്ല. അതുകൊണ്ട് അവനും ഷോക്കായി നിൽക്കുമ്പോൾ വധരായി ആണെങ്കിൽ എന്തോ ഞാൻ പറയുന്നതിൽ തെറ്റുണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഹിയോക്കി ഇല്ലല്ല, ജലസാവുന്നതിൽ തെറ്റൊന്നും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. സമയം വധരായി ഒരു കാര്യം ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അതായത് ഹിയോക്കിയായിട്ട് ഈ സ്കൂൾ ട്രിപ്പ് പോകുന്നതിന് മുന്നേ തന്നെ ഹിയോക്കി സ്കൂളിൽ വെച്ചൊക്കെ ഇത് കാണുമ്പോൾ വധരായി എപ്പോഴും അവനെ നോട്ടീസ് ചെയ്യുമായിരുന്നു. അങ്ങനെ ആ ഒരു കാര്യമില്ല ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് വധരായി നിൽക്കുന്നുണ്ട്. ഹിയോക്കി അപ്പോൾ വീണ്ടും വധരായി എന്തോ ചിന്തിച്ചിരിക്കുകയാണെന്ന് മനസ്സിലായിട്ട് വധരായി നീ ഓക്കെ ആണെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം വധരായി പെട്ടെന്ന് അവർ നിന്ന ഒരു ജനലിൻ്റെ അവിടെയുള്ള കർട്ടൻ അത്ര ഇങ്ങനെ ക്ലോസ് ചെയ്യുന്നുണ്ട്. അതായത് ഇവരെ കവർ ചെയ്യുന്ന രീതിയിൽ. എന്നിട്ട് ആ കർട്ടൻ്റെ അകത്ത് നിന്നിട്ട് ഇവനാണെങ്കിൽ ഹിയോക്കിനെ ഹഗ് ചെയ്യുവാണ്. ഹിയോക്കി അപ്പോൾ എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുമ്പോൾ വധരായി ആണെങ്കിൽ ഞാൻ കുറച്ചേരം ഇങ്ങനെ നിന്നോട്ടെ, ഞാൻ ഭയങ്കര ഒറ്റപ്പെട്ടൊരു ഫീലിങ്ങിലാണുള്ളതെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. ഹിയോക്കി അപ്പോൾ തിരിച്ചൊന്നും പറയാൻ നിൽക്കുന്നില്ല. ആ ടൈമിന് വധരായി ആണെങ്കിൽ ഇങ്ങനെ ഹഗ് ചെയ്യുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഹിയോക്കി അപ്പോൾ ഇല്ലല്ല, അതൊന്നും പ്രശ്നമുള്ള കാര്യമില്ല എന്ന് പറയുമ്പോൾ വധരായി ആണെങ്കിൽ കിസ് ചെയ്യുന്നതിൽ കുഴപ്പമുണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഹിയോക്കി അപ്പോൾ അത് കുഴപ്പമുണ്ട്, അതൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം വധരായി അവനെ നോക്കിയിട്ട് എന്തായാലും ഞാൻ ഇപ്പം അതൊന്നും ചെയ്യത്തില്ല എന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ഹിയോക്കി ഇപ്പം ചെയ്തില്ലെന്നോ അപ്പോൾ പിന്നെ ചെയ്യോ എന്ന രീതിയിൽ അവൻ ചിന്തിക്കുന്നുണ്ട്. ആ സമയം തന്നെ ഒത്തയും മോറിസാക്കിയും ഇവരെ അന്വേഷിച്ച് വരുന്നുണ്ട്. അങ്ങനെ ഇവരെ വാന്നും പറഞ്ഞ് വിളിച്ചു കൊണ്ടുപോകാനായിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ വധരായി വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് പോകാനേ തുടങ്ങുന്നുണ്ട്. ആ സമയം ഹിയോക്കിയുടെ അടുത്ത് അവൻ പറയുന്നുണ്ട്, ഇപ്പം മനസ്സിലായില്ലേ നമ്മൾ ജസ്റ്റ് സാധാരണ ഫ്രണ്ട്സ് മാത്രമല്ല എന്ന്. അങ്ങനെ അതും പറഞ്ഞ് അവൻ പോകുന്നുണ്ട്. ഹിയോക്കിയാണെങ്കിൽ മൊത്തം കൺഫ്യൂഷൻ അടിച്ച് ഷോക്കായി നിൽക്കുകയാണ്. അങ്ങനെ എല്ലാവരും പിന്നെ പുറത്തേക്ക് ഇറങ്ങുന്ന ടൈമിന് കാസാട്ട് ചോദിക്കുന്നുണ്ട് ഹിയോക്കിയും വധരായും എന്താണ് വരാൻ ലേറ്റായെന്ന്. ആ ടൈമിന് വധരായി പറയുന്നുണ്ട് അത് പിന്നെ ഹിയോക്കി ആണെങ്കിൽ അവിടെ കർട്ടൻ്റെ ഇടയിൽ കുടുങ്ങിപ്പോയി, ഞാനവനെ അതിൽ നിന്ന് പുറത്തെടുക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുമായിരുന്നു എന്ന്. ഇതേസമയം ഹിയോക്കിയുടെ മനസ്സിൽ വധരായി എന്തൊക്കെയാണ് ചിന്തിച്ച് കൂടുന്നത്, ശരിക്കും അവൻ്റെ തലയിൽ കൂടെ എന്തൊക്കെയാണ് ഓടുന്നത് എന്നുള്ളൊരു ചിന്തയായിരുന്നു. ആ ടൈമിന് ഹോത്തയൊക്കെ പറയുന്നുണ്ട് എനിക്ക് ഐസ്ക്രീം കഴിക്കാൻ തോന്നുന്നു, നമുക്ക് എല്ലാവർക്കും ഐസ്ക്രീം കഴിക്കാനൊക്കെ പോയാലോ എന്ന്. അങ്ങനെ അതിൻ്റെ കാര്യം സംസാരിച്ച് ഇവർ നേരെ സമ്മർ ബ്രേക്കിൽ ബീച്ചിൽ ടൂർ പോകുന്നതിൻ്റെ കാര്യം ഇവരെ പറഞ്ഞെത്തുന്നുണ്ട്. അപ്പോൾ മോർസാക്കി പറയുന്നുണ്ട് ഒന്ന് സമാധാനിക്കുക, നമുക്കൊരു എക്സാം കൂടെ ഉണ്ട്, എക്സാം കഴിഞ്ഞിട്ടേ ബീച്ചിൽ പോകാൻ പറ്റത്തുള്ളൂ എന്ന്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ഇവർ ഫൈനൽ എക്സാമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ സമ്മർ ബ്രേക്ക് ആയിരിക്കുകയാണ്. അങ്ങനെ ഹിയോക്കിയും എല്ലാവരും തന്നെ പ്ലാൻ ചെയ്തതുപോലെ ബീച്ചിലേക്ക് ചെല്ലുന്നുണ്ട്. അപ്പോൾ പറഞ്ഞ ദിവസം ഹിയോക്കി ആണെങ്കിൽ എത്താമെന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. എന്നാൽ അതിന് മുന്നേ തന്നെ ബാക്കിയെല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. ഹിയോക്കി ആണെങ്കിൽ താൻ ലേറ്റായിട്ടാണല്ലോ വന്നത് എന്ന രീതിയിൽ അവിടെ ഒരു ബെഞ്ചിൽ ചെന്നിരിക്കുകയാണ്. എങ്ങോട്ട് പോകണം, അവർ വരുന്നവരെ വെയിറ്റ് ചെയ്യാമോ എന്നൊരു ചിന്തയിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ഒരാൾ വന്നിട്ട് നീയാണോ ഹിയോക്കി എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം ഹിയോക്കിക്ക് ഇത് ആരെന്നറിയൂടാത്തതുകൊണ്ട് തന്നെ മറുപടി കൊടുക്കാനായിട്ട് പറ്റുന്നില്ല. ആ സമയം അയാൾ കൂളിംഗ് ഗ്ലാസ്സൊക്കെ മാറ്റി നോക്കിയിട്ട് നിൻ്റെ കാണാൻ ക്യൂട്ടായിട്ടുണ്ടെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. ആ ടൈമിൽ ഹിയോക്കിക്ക് സത്യം പറഞ്ഞാൽ അവരെ പിള്ളേരെ പിടുത്തുകാരനാണോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് പേടി വരുന്നുണ്ട്. ഇവനാണെങ്കിൽ ഒന്നും പറയാതെ ഇയാളെ തന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അതും കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ എൻഡ് ആവുന്നത്. സോ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വരുന്നത് വരെ ബൈ.